ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. നമുക്കിന്നൊരു കഥ പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. കുഞ്ഞുങ്ങൾ ആൻറ്റി പറയുന്ന വാക്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വാക്യം പഠിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം എന്നുള്ളത് 119 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കുന്നത് മനഃപ്പാഠം പഠിക്കുമ്പോഴാണ് നമുക്ക് സംഗ്രഹിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരും. ഇവിടെ നമുക്കൊരു വാക്യം പഠിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൻ്റെ 22 വാക്യം. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നാം കണ്ടു, യാക്കോബ് ഏശാവിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ തട്ടി സൂത്രത്തിൽ കള്ളത്തരത്തിൽ മേടിച്ചു. ഏശാവിന് യാക്കോബിനോട് വിഷമമായി. അപ്പോൾ റിബേക്ക ഇസഹാക്കിനോട് പറഞ്ഞു, ഈ സ്ഥലങ്ങളിൽ നിന്ന് യാക്കോബ് ഭാര്യയെ എടുക്കാതെ എൻ്റെ ഭവനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകുന്ന ആ ഭവനത്തിൽ നിന്ന് ഭാര്യ എടുക്കുവാനായിട്ട് അവനെ അയക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. അവനെ യാത്ര അയക്കുകയാണ്. അവനോട് പറഞ്ഞു, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് അവനെ അനുഗ്രഹിച്ച് അവനെ യാത്ര അയച്ചു. അങ്ങനെ യാക്കോബ് യാത്ര ചെയ്ത് ബെർസേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ അവൻ സന്ധ്യയായി. അപ്പോൾ അവൻ ഒരു സ്ഥലത്ത് കിടക്കുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അവൻ അവിടെ ഒരു കല്ല് തലയ്ക്ക് വെച്ചു. ആ കല്ല് അവൻ അവിടെ വെച്ച് തലയണയുടെ വെച്ച് അവനവിടെ കിടന്നുറങ്ങിയാണ്. എന്നാൽ ആ ഉറക്കത്തിൽ അവനൊരു സ്വപ്നം കണ്ടു എന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ പല സ്വപ്നങ്ങൾ കുഞ്ഞുങ്ങൾ പല സ്വപ്നം കാണൂലേ? ചിലപ്പോൾ നൊലോളിക്കും, ചിലപ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ നമ്മൾ കാണുന്ന സ്വപ്നത്തിന് എന്തർത്ഥമുണ്ടെന്നൊന്നും സാധാരണ നമ്മൾ അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും ചിന്തിക്കാറില്ല. എന്നാൽ പഴയ നിയമവിശ്വാസികളിൽ പലരും സ്വപ്നം കാണുമ്പോൾ രാജാക്കന്മാരൊക്കെ സ്വപ്നം കാണുമ്പോൾ അതിൻ്റെ അർത്ഥം ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം കണ്ടതെന്നറിയാമോ? അവിടെ അവൻ ഒരു വലിയൊരു കോണി കാണുകയാണ്. ഒരു കോവണി. ആ കോവണിയിൽ ആ കോവണിയുടെ തല സ്വർഗത്തോളം എത്തിയിരിപ്പുണ്ട്. എന്നിട്ട് ആ കോവണിയിൽ കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ആയിരുന്നു. അപ്പോൾ അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്ത്, ഞാൻ നിൻ്റെ അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസാക്കിൻ്റെ ദൈവമായ യഹോവയാവുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും. അപ്പോൾ ഇത് സ്വപ്നമാണ് കാണുന്നത്. അപ്പോൾ ആ സ്വപ്നം ഒന്നും കൂടെ ഓർത്തേ നമുക്ക്. ഒരു വലിയ കോവണി. ആ കോവണിയുടെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടെ കയറുകയും ചെയ്യുന്നു. അതിൻ്റെ മേളിൽ നിന്നുകൊണ്ട് കർത്താവ് ഇവനെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള അനുഗ്രഹവും അവൻ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം, ഇത്രയും കേട്ടതിന് ശേഷം അവൻ ഉറക്കമുണർന്നു കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം പറഞ്ഞു, യഹോവ ഈ സ്ഥലത്തുണ്ട്, ഞാനും അതറിഞ്ഞില്ല. അവൻ ഹാരാനിലേക്ക് പോവുകയാണ്. ഓൺ ദ വേയിൽ അവൻ കിടന്നുറങ്ങിയാണ്. അതുകൊണ്ട് എവിടെയൊക്കെ കർത്താവ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവനറിയത്തില്ല. അവൻ ഏശാവിനെ ചതിച്ചും കൊണ്ടാണ് പോകുന്നത്. പക്ഷേ അവനവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയങ്കരമാണ്. ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെയെന്ന് അവൻ പറഞ്ഞിട്ട് അവൻ അതികാലത്ത് എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് അവനൊരു കാര്യം ചെയ്തു. അവൻ എഴുന്നേറ്റ് തലയണയെ വെച്ച് കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ച് അവൻ ആ സ്ഥലത്തിന് ബേതേൽ എന്ന പേർ വിളിച്ചു. പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു. അവൻ അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചു. അവൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ പോകുന്ന വഴിയിൽ എന്നെ കാക്കുകയും എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരം ധരിപ്പാൻ വസ്ത്രം എനിക്ക് തരികയും എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ദൈവം അത് പറഞ്ഞതാണ്, എന്നെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ അവൻ ദൈവത്തോടൊരു ഒരു ഒരു അപേക്ഷ കഴിക്കുകയാണ്. അവൻ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ ഒരു പ്രതിജ്ഞയും ചെയ്യുകയാണ്. അവൻ ആ കല്ലെടുത്തിട്ട് അവൻ പറയുകയാണ്, ഈ ഒരു കല്ല് ഒരു ആലയമാകും. അതുപോലെ തന്നെയല്ല, എനിക്ക് തരുന്നതിലെല്ലാത്തിലും ഞാൻ ദശാംശവും തരും എന്ന് പറഞ്ഞ് അവനതിന് ശേഷം അവൻ പ്രയാണം ചെയ്ത് അവൻ്റെ സ്ഥലത്തേക്ക് വീണ്ടും പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് അനേക പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഒന്നാമതായിട്ട് യാക്കോബ് ഏശാവിനെ ചതിച്ച് മുമ്പോട്ട് പോവുകയെങ്കിലും ഈ യഹോവയായ ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് യഹോവ അവനെ ധൈര്യപ്പെടുത്തുന്നതായിട്ടും അവനെ കരുതുന്നതായിട്ടും ഒന്നാമതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നാം ചിലപ്പോൾ ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ചിലപ്പോൾ പാപം ചെയ്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. എന്നാലും ദൈവം നമ്മളെ കൈവിടത്തില്ല, ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ദൈവം നമ്മളോട് കൂടിയിരുന്ന് നമ്മളെ തെറ്റിനെ മനസ്സിലാക്കുമെന്ന് നമുക്കിവിടെ ഒന്നാമതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യാക്കോബിനോട് കർത്താവ് പറയുന്നതാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്. അപ്പോൾ ഒന്നാമത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ദൈവം എല്ലാ സമയത്തും തൻ്റെ മക്കളോട് കൂടെയുണ്ട് എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും, അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് മനസ്സിലാക്കുവാൻ തക്കവണ്ണം യാക്കോബിന് സാധിച്ചു. രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ തെറ്റ് നമ്മൾ പാപം ചെയ്തെന്ന് വന്നാൽ എപ്പോഴും ദൈവവുമായിട്ടുള്ള ട്യൂണിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. മൂന്നാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, അവൻ കർത്താവിനെ ആരാധിക്കുന്ന യാക്കോബിനെ കാണുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് അവൻ ദൈവത്തിനോടൊരു പ്രോമിസ് ചെയ്യുകയാണ്, ദൈവമേ ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന്, 10 ദൈവത്തിന് കൊടുക്കും എന്ന് തന്നെത്താൻ പ്രതിഷ്ഠിക്കുന്ന യാക്കോബിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നതിൽ ഒരു ഓഹരി, ഒരംശം നാം ദൈവത്തിന് കൊടുക്കാറുണ്ടോ? ഇവിടെ 10 കിട്ടുന്നതിൽ 10 ദൈവത്തിന് കൊടുക്കുവാൻ പ്രതിജ്ഞ ചെയ്യുന്ന യാക്കോബിനെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും കർത്താവിന് കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, ഞാൻ തൂണായി നിർത്തി ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്ന വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന, കരുതുന്ന, ഞങ്ങളോട് കൂടെയുള്ളൊരു കർത്താവ് അങ്ങുണ്ട്, അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവായിട്ട് അങ്ങുണ്ട്, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിനായിട്ട് ജീവിപ്പാൻ, കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ ഒച്ച കേൾക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് തരുന്നതിലെല്ലാത്തിലും ദശാംശം കർത്താവിനുള്ളത് കർത്താവിന് കൊടുക്കുന്നവരായിട്ട്, ഞങ്ങൾക്ക് ഉള്ളത് മുഴുവനും അങ്ങയുടേതാണ്, എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന് ഒരംശം കർത്താവിന് കൊടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണിലെ കൈ അമർത്തുമ്പോൾ അവിടെ ഓൾ എന്ന പ്രൊവിഷനിൽ കൂടെ കൈ അമർത്താനായിട്ട് മറക്കരുത്. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.